ഉള്ളതേ പത്തനംതിട്ട ജില്ലയിലാണ്. ആലുവയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വരാൻ ഒരു റീസൺ ഉണ്ട്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള മെക്കാനോയുടെ പ്രോഡക്ട്സിന്റെ റിവ്യൂസ് നേരിട്ട് ഷോപ്പുകളിൽ പോയി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിന്ന് 2 ഷോപ്പാണ് വിസിറ്റ് ചെയ്യുന്നത്. ഒന്ന് കോട്ടയം ജില്ലയിലെ എരുമേലി, അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയിലുള്ള ഒരു ഷോപ്പുമാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഷോപ്പുകളിലേക്ക് നേരിട്ട് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് ചുങ്കപ്പാറയിലുള്ള S&F ഷോപ്പിലാണ്. ഈ ഷോപ്പിന്റെ ഓണേഴ്സ് വരുന്നത് 2 ബ്രദേഴ്സ് ആണ്, ഷാമോൻ സാറും ഷമീർ സാറും. നമുക്കപ്പോൾ ഷോപ്പിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഷോപ്പിന്റെ ഓണർ ഷമീർ സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സാറിന്റെ അടുത്ത് സംസാരിക്കാം. ഹായ് സർ. സർ, ശരിക്കും ഈ ചുങ്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അത്ര വലിയൊരു ടൗണോ സിറ്റിയോ ഒന്നും അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ S&F പോലൊരു വലിയൊരു ഷോപ്പ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിന്റെ ഒരു രഹസ്യം എന്താണ്? ആ സീക്രട്ട് ഒന്ന് ഷെയർ ചെയ്യുമോ? അത് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ ഫീഡ്ബാക്കാണ്. സർവീസ് കൊടുക്കുന്നതും അവരുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുന്നത്. പിന്നീട് കമ്പനിയുടെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ നോക്കില്ല. നമുക്ക് ഈച്ച് ആൻഡ് എവരി പാർട്ടി എന്താണോ കിട്ടാത്തത് അത് 1 വീക്കിനുള്ളിൽ അവരത് എത്തിച്ചേരാൻ തയ്യാറെടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ സർവീസും അവർക്ക് സൈറ്റിലുണ്ടാവും. സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഒരു അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെ. ഈ ഒറ്റ ഫോൺ കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരെ എപ്പോഴും ആക്സസ് ഉണ്ടാവും. അതിന് നിരവധി നമ്പറുകൾ തന്നെ നമുക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ സർവീസുകൾ ബെറ്റർ ആണ്. അവർക്ക് എന്തുണ്ടെങ്കിലും അവർ വന്ന് ചെയ്തു തരാനുള്ള സംവിധാനം നമുക്ക് ഷോപ്പുകാരെ സംബന്ധിച്ചോളം ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത്. സർ, അതേപോലെ തന്നെ നമ്മുടെ മെക്കാനോയുടെ സർവീസ് എങ്ങനെയാണ്? കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെ പോകുന്നു? അതൊരു എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ് മെക്കാനോയുടെ സർവീസിനെ കുറിച്ച് പറഞ്ഞാൽ. അത് എക്സ്പെഷ്യലി എല്ലാ കമ്പനികളും ഈ കംപ്രസറുകൾ വരുമ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് ആർക്കും എടുത്ത് അയക്കാനും പോയിട്ട് വരുമ്പോഴത്തേക്കുള്ള സർവീസ് പാഴ്സൽ ചാർജുകളൊക്കെ ഒരുപാടുണ്ടാവും. അതിൻ്റെ അകത്ത് മെക്കാനോ ചെയ്യുന്ന അതിൻ്റെ അകത്ത് ഒരു സൂത്രം എന്ന് പറയുന്നത് അവർ സൈറ്റിൽ വന്നിട്ട് ഇത് സർവീസ് ചെയ്തിട്ട് പോകും. അതിൻ്റെ കംപ്രസറുകൾ പിന്നെ വെൽഡിംഗ് മെഷീൻസിലൊക്കെ 2 വർഷത്തോളം അവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 220 എന്ന് പറയുന്ന മോഡൽസൊക്കെ 2 വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റൊരു ബ്രാൻഡുകൾക്കും ഇല്ലാത്തൊരു സവിശേഷതയാണ് 2 വർഷം വാറണ്ടികൾ. ഇതുപോലെ തന്നെ സൈറ്റിലെ സർവീസും അത്ര നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ടോപ്പിൽ നിൽക്കുന്ന ബ്രാൻഡായിട്ട് മാറുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിവിടെ നോക്കുമ്പോ ആണെങ്കിലും ഫുൾ ഒരു മെക്കാനോ മയമാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് ഇവിടുന്ന് സെല് ചെയ്യുന്നത് മെക്കാനോ ആയിരിക്കും. അതെ, അത് അത്രയ്ക്ക് ക്വാളിറ്റി സർവീസ് ഉണ്ട്. മെഷീൻസും ക്വാളിറ്റിയാണ്. ഇത് ഇപ്പൊ ഒരു പ്രമുഖമായ ഏത് ബ്രാൻഡുകളിലും കിടപിടിക്കുന്ന അത്ര ക്വാളിറ്റിയിലാണ് അവരുടെ ആ നിർമ്മിതി തന്നെ. കസ്റ്റമർ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ട് മെക്കാനോനെ കുറിച്ച് പുറത്തുള്ള കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം എങ്ങനെയാണ്? അവര് റിട്ടേൺ ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. മൗത്ത് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവര് തന്നെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ബ്രാൻഡിനെ കുറിച്ച്. അപ്പൊ വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് മെക്കാനോയുടെ തന്നെ ഓൾറെഡി മാർക്കറ്റിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന വേറെ കുറച്ച് പവർ മെഷീൻസ് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് നമുക്ക് പ്രഷർ വാഷർ ആണെങ്കിലും അതേപോലെ തന്നെ വാക്യൂം ക്ലീനർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു വാറണ്ടി, അതുപോലെ തന്നെ ഒരു കസ്റ്റമർ മൂവ്മെന്റ്, അതൊക്കെ എങ്ങനെയാണ്? ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നമ്പർ 1 ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു മോഡൽസ് ആണ് നമ്മുടെ പ്രഷർ വാഷേഴ്സും മറ്റേ വാക്യൂം ക്ലീനേഴ്സും എല്ലാം. മറ്റൊരു ബ്രാൻഡുകളും ഇല്ലെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ വിട്ട് തൂഫാൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് ലെവലിലാണ് നമ്മളിപ്പോൾ സർവീസ്. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പ്രഷർ വാഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ വെല്ലാൻ വേറെ ഇല്ല. അത്രയും ബ്രാൻഡിലേക്ക് ഇത് വളർന്നിട്ടുണ്ട്. വേറെ ഏതൊക്കെ മെഷീൻസ് ആണ് മെക്കാനോട് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പോൾ ടോപ്പ് എന്ന് എടുത്ത് പറയാൻ പറ്റിയ പുട്ടി മിക്സർ ഉണ്ട് തോന്നുന്നു. അതെ, പുട്ടി മിക്സേഴ്സ് ഉണ്ട്, നമ്മുടെ വാക്യൂം ക്ലീനേഴ്സ് ഉണ്ട്, വാൾ പ്ലൈനേഴ്സ് ഉണ്ട്, വാൾ സാൻഡർ എന്ന് പറയുന്നതിന്. പിന്നെ കംപ്രസറുകളും വെൽഡിംഗ് മെഷീന് 200-ലുണ്ട്, 220-ലുണ്ട്, 250-ലുണ്ട്. അത്രയും വെറൈറ്റീസ് ഓഫ് ഐറ്റംസും ഇതിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന ഒരു ഐറ്റം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനോടെ തന്നെ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ പർച്ചേസ് വന്നിട്ടുള്ള ഒരു ഐറ്റം? നമുക്ക് റോട്ടറി ഹാമേഴ്സും കൂടുതലായിട്ട് മാർക്കറ്റിൽ മൂവ്മെന്റ് ആവുന്നത് റോട്ടറി ഹാമേഴ്സും വെൽഡിംഗ് മെഷീനുകളാണ് ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ പ്രഷർ വാഷേഴ്സും പോകുന്നുണ്ട്. ശരിക്കും ഷോപ്പിന് തന്നെ ഒരു സപ്പോർട്ടാണ് മെക്കാനോ. തീർച്ചയായിട്ടും. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് സർവീസിനെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട പോലും കാര്യമില്ല. ഇനി അഥവാ നമ്മൾ ഷോപ്പിൽ വന്നാൽ പോലും നമുക്കത് സർവീസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനുള്ള സെറ്റപ്പ് നമ്മൾ കമ്പനി തന്നിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ വന്നപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് മെക്കാനോ ആണ്. ഒരു മെക്കാനോ മയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് സാറിൻ്റെ റെസ്പോൺസിൽ നിന്നും നമുക്ക് മനസ്സിലായി എത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് മെക്കാനോ, എങ്ങനെയാണ് ഈ ഒരു ഷോപ്പിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പം താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.